അതെ, എന്റെ കാര്യത്തിൽ തീരുമാനമൊന്നുമില്ല. എന്താ ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം? എന്റെ വിസയുടെ കാര്യം എന്തായിരുന്നു? എംബസി പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാതെ വിസ എവിടെ നിന്ന് കിട്ടാനാ? അതിനു മുമ്പ് ഡൽഹി പോയി 2 മാസത്തെ കോഴ്സ് ചെയ്യണം. ഇത് പറയാൻ ഞാൻ ഒരു 50 തവണയെങ്കിലും വിളിച്ചിട്ടുണ്ട് ഇല്ലേ? ആകെ എന്തായാലും ആട്ടെ. ഇപ്പം ഞാൻ എന്തായാലും ഡൽഹി പോകാൻ റെഡിയാ. ഇനി അടുത്ത പരിപാടി എന്നാന്ന് പറ. അങ്ങനെയാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ഇതാ. ഇതിലെ SLC സർട്ടിഫിക്കറ്റും നഴ്സിംഗ് ഡിപ്ലോമയൊക്കെ എന്തിയേ? അത് തന്നെ ഉണ്ടല്ലോ. അതവിടെ പോയി? അതെന്നോടാണ് ചോദിക്കുന്നത്? നീ തന്നപോലെ തന്നെയാ ഇരിക്കുന്നേ. നീ ഇവിടെ വന്നിരിക്കുന്ന വേറെ എന്തോ ഉദ്ദേശിച്ചാ? എനിക്ക് ഇതിനൊന്നും സമയമില്ല. എന്റെ സർട്ടിഫിക്കറ്റിന്റെ കാര്യം തീരുമാനമാക്കിട്ട് പോയാൽ മതി. മിസ്റ്റർ, എന്നെ ഇങ്ങനെ എടിബോഡി എന്ന് വിളിക്കാനുള്ള അധികാരമൊന്നും നിങ്ങൾക്കില്ല. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഞാൻ വേറെ ആരുടെയും കയ്യിൽ കൊടുത്തിട്ടല്ല പോയത്. കൃത്യമായിട്ട് നിങ്ങളുടെ ജോലി സ്ഥലത്ത് വന്ന് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചിട്ടാ പോയത്. അത് നിങ്ങളുടെ മാഡം കണ്ടതാണല്ലോ. ജിജി, നീ ഇത് തന്നേ പിന്നെ ഞാൻ ഈ സാധനം കൈകൊണ്ട് തൊട്ടിട്ടില്ലെന്ന്. ആ, അത് തന്നെയാ പ്രശ്നം. ഇനിയിപ്പോ ഞാൻ തന്നെ ചെയ്യാനാ? അവന് ഞാൻ എന്നാ ചെയ്യണോന്ന് പറ. ഇതിന്റെ ഈ കോപ്പി വല്ലതും തന്നാ പറ്റുമോ? കൊള്ള, ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള സർട്ടിഫിക്കറ്റ് കൊണ്ട് കളഞ്ഞിട്ട് കോപ്പി മതി വന്നു അല്ലേ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, ഞാൻ ആ ഇസ്രായേലിൽ പോക്കങ്ങ് വേണ്ടെന്ന് വെച്ചേക്കാം. ആ, അതെനിക്കറിയില്ല, നിങ്ങളുടെ ഇഷ്ടം. ഈ സർട്ടിഫിക്കറ്റുകൾ കൊണ്ട് തന്നാൽ ഞാൻ ഫയൽ ഫോർവേഡ് ചെയ്യാം. ഈ ഏജൻസിയിൽ വരുന്ന എല്ലാവർക്കും കിട്ടുന്ന സർവീസ് തന്നെ നിങ്ങൾക്കും പ്രതീക്ഷിക്കാം. അതിന് തടസ്സമൊന്നുമില്ല. എനിക്ക് പോകണം. ആ എടി ജിജി മോളെ, നെല്ല് ചോദിക്കട്ടെ. നീ എന്റെ ജിജി മോളാണോ അത് ആഫീസിൽ വലിയ കോൺസെൻട്രോ? ഞാൻ പഴയ ജിജി തന്നെയാണ്, പക്ഷെ നീ പഴയ ബെല്ലാണോന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. എന്നാ നിന്റെ എല്ലാ സംശയവും മാറ്റിയിട്ടേ വിടുന്നുള്ളൂ. വാ കേറ്. ഇപ്പോഴാണോ അതിന് നേരം കിട്ടിയത്? മാറി നിന്ന് എനിക്ക് പോകണം. ജിജി, നീ ഇങ്ങനെ അലമ്പാവല്ലേ? എന്നായാലും നമുക്ക് സംസാരിച്ച് തീർക്കാവുന്നല്ലേ ഉള്ളൂ. കേറ് വാ. വേണ്ട, എനിക്ക് ബസ് ഉണ്ട്. ബസ് കോപ്പ് കിട്ടും. ആ സെന്റ് മേരി അല്ലേ, അതിലെ കണ്ടക്ടറും പിള്ളേരും കൂടെ അടിയായിട്ട് അത് സമരത്തില്ല. എപ്പോ? ഇപ്പോ ഞാൻ വരുന്ന വഴിക്ക് കണ്ടതാ. വാ കേറ്, പോകുമ്പോ കാണിച്ചുതരാം. കേറ്. നീ എന്നാ തന്നെ ജിജി മോളെ എപ്പോഴും എന്നോട് ഇങ്ങനെ ഉടക്കുന്നേ? അത് ചോദിക്കാൻ പോലും നിനക്കിപ്പോ സമയമില്ലല്ലോ. ചോദിക്കാതങ്ങ് പറഞ്ഞാലോ. ബെല്ലിന്റെ ഇഷ്ടത്തിന് ജീവിക്കാനാണ് ഞാൻ തടസ്സം നിൽക്കുകയല്ല. എന്നുവെച്ചാ ഞാൻ ഒരു കാര്യം പറയട്ടെ, കുറച്ച് നാളെ ബെല്ലിന്റെ ഒരു ലോകത്താണ്. ആ ലോകത്ത് ഞാനില്ല, നിന്റെ വീട്ടുകാരില്ല, കൂട്ടുകാരില്ല, ഇസ്രയേലിലേക്കുള്ള പോക്കുമില്ല. പിന്നെ എന്നാ ഉള്ളേ? ആ, അത് നീ പറ. ജീവിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? നീ ചുമ്മാ കണാവണ പറയല്ലേ ജിജി. നിന്നോടും കൂടെ ചോദിച്ചിട്ടില്ല ഞാൻ ബംഗ്ലാവിൽ ജോലിക്ക് പോയെ. ആ, അപ്പൊ ഒരു ജോലി ആകുമ്പോ അതിന്റെ സ്ട്രെസ്സും തിരക്കും ഒക്കെ ഉണ്ടാവത്തില്ലേ? നീ എന്ന് വന്നപ്പോ കണ്ടതല്ലേ? ആ, അവിടുത്തെ തിരക്കെന്നാ നാട്ടുകാർ മൊത്തം പറയുന്നുണ്ട്. നാട്ടുകാരെന്നാ പറയുന്നുണ്ട്? ആൾക്കാരെന്ത് പറയുന്നു എന്നല്ല എന്റെ വിഷയം. നീ എന്തൊക്കെയായി കാണിക്കുന്നു അതെനിക്ക് ദേഷ്യം വരുന്നു. ഞാൻ എന്നാ കാണിച്ചെന്നാ? ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ കൊണ്ട് കളയുന്ന ബോധമുള്ളവർ ചെയ്യുന്നല്ലോ. സർട്ടിഫിക്കറ്റിന്റെ കാര്യം നീ ഒന്ന് വിടാവോ? എത്ര നേരം അതിന്റെ ഗുണവധികാരം. ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. അപ്പൊ ഞാൻ ഇടപെടണ്ടെന്നാണോ? നീ ഇടപെടണ്ട. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നീ സമാധാനമായിട്ട് കേൾക്കുമോ? നിന്റെ കയ്യിൽ ഈ സർട്ടിഫിക്കറ്റിന്റെ ഒക്കെ കോപ്പി ഉണ്ടല്ലോ. ഒരു നോട്ടറി വക്കീലിനെ കണ്ട് അത് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കാം. ഒറിജിനലിന്റെ അത്ര വിലയുണ്ടോ അതിന്? ഞാനത് ഫോർവേഡ് ചെയ്ത് നോക്കാം. ഇനി ഒറിജിനൽ കിട്ടാതെ വക്കീലന്മാരൊന്നും അറ്റസ്റ്റ് ചെയ്ത് തരത്തില്ലല്ലോ. പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നടത്തിയെടുക്കാം. ആ ബംഗ്ലാവിൽ ഒരു റോണി വക്കീലുണ്ട്. മാഡം പറയുവാണെങ്കിൽ അയാളെ ചിലപ്പോൾ ചെയ്തു തരുമായിരിക്കും. പക്ഷെ ഞാൻ ഇനി അങ്ങോട്ടൊന്നും പോകുന്നില്ലെന്ന് വിചാരിച്ചിരുന്നു. അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു തീരുമാനം? ഞാനവിടെ പോകുന്നത് നിനക്കും നാട്ടുകാർക്കും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ നിങ്ങൾക്കൊക്കെ സമാധാനമാവട്ടെ എന്ന് വിചാരിച്ചു. നമ്മുടെ കാര്യല്ലേ, നീ അങ്ങ് ചെല്ലു. തിരിച്ചു വന്നിട്ട് കുറ്റം പറയാനായിരിക്കും. ഞാൻ കുറ്റം പറയുന്ന ഈ ആൾക്കാരെന്ത് പറയുന്നു നോക്കിയിട്ടല്ല, നിന്റെ ഈ ഉത്തരവാദിത്തത്തിൽ അത് നടപ്പ് കണ്ടിട്ടാ. അത് ഞാൻ ചാവുന്നവരെ പറയുകയും ചെയ്യും. എന്തായാലും നീ അവിടെ വരെ ഒന്ന് പോ, അത് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കാം. ആ ബംഗ്ലാവ് കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഗുണം ഉണ്ടാവട്ടെ. ആ, നോക്കട്ടെ. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ? എന്നാ? നിനക്കെന്നെ തീരെ വിശ്വാസമില്ലല്ലേ? വിശ്വാസം ഇല്ലെങ്കിൽ വണ്ടി കയറുവോ?
പിന്നെ എന്നാ തന്നെ ഈ പലക പോലത്തെ ബാഗ് നമ്മളുടെ കുത്തി കയറ്റിയേക്കുന്നത്? മാറ്റി പോരെ. ആ ഇനി ഉഴപ്പരുത്. ഇല്ല, ഞാൻ നാളെ തന്നെ പോയി ടെസ്റ്റ് ചെയ്യിപ്പിച്ചോളാം. പോട്ടെ. ഓക്കെ ചേച്ചി പോണേ. അടി മേടിക്കും. കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഉടനെ എഴുന്നേറ്റ് നടക്കുമോ? ഇല്ല. പിന്നെ നീയൊക്കെ എന്നാ കാലത്തെ ചികിത്സയാണ് ചികിത്സിച്ചോണ്ടിരിക്കുന്നത്? പിന്നെ താമസമില്ലാതെ ചേട്ടായനത് തീർക്കുമല്ലേ? പിന്നെ നിന്റെ പേരിലേക്ക് സ്വത്തൊക്കെ മാറ്റി എഴുതിയ കാര്യം ഞാൻ അറിഞ്ഞായിരുന്നു. ഒന്ന് കഴിവേറ മോളെ, ആ സ്വത്ത് കൊണ്ട് സൂഹിക്കാനാ നിന്റെ പ്ലാനിങ്ങിലേ നടക്കേല, വെറുതെ. പിന്നെ ചേട്ടായി ചത്തു കഴിഞ്ഞാൽ അന്ന് തന്നെ വിട്ടു പൊക്കോണം, നിന്റെ പഴയ ബിസിനസ് തുടങ്ങിക്കോണം. ആ പെങ്കൊച്ചിന് അവിടെ ഒരു പരീക്ഷയായി പോയി. അല്ലെ നേരത്തെ കാലത്തും വന്ന് ഞാനേ അതിനൊരു തീരുമാനം ഉണ്ടാക്കി തന്നെ കുരുത്തം കേട്ടവളെ. അല്ല അതൊക്കെ പോട്ടെ, എങ്ങനെയാണ് നീ ദിവസക്കൂലിയാണോ അതോ മാസക്കൂലിയാണോ? അല്ല ഇവിടെ നിന്ന് വരുമ്പോഴേ അതിന് മുതലാക്കണ്ടേ? ഒന്നും മിണ്ടാത്ത നിന്റെ വായ വരെ കൊണ്ടെന്തിരി വെച്ചോക്കോ. കട്ട് ചെയ്തു കടുവേറ മോള്. കട്ട്ലറി അടി സ്വർണം വെക്കണം എന്നൊക്കെ ആശാരി ചുമ്മാ പറയുന്നത്. ഒന്ന് പതുക്കെ പറയാടി, അപ്പുറത്ത് വെല്ലുമിച്ച കേട്ടാറുണ്ടല്ലോ. നീ എന്താ ഈ പറയണേ? കട്ട്ലയുടെ അല്ലിൽ സ്വർണം വെക്കണമെന്ന് വെല്ലുമിച്ച തന്നെയല്ലേ പറഞ്ഞത്? അതെ. എനിക്ക് വേറെ ആരുമില്ല. ഞാൻ എന്തെങ്കിലും കടുങ്ങ ചെയ്തു പോവും.
പറ്റി? അവര് വരുന്നുണ്ടോ? കേസ് നടന്നത് ഞാനില്ല. എനിക്കിനി വീട്ടിൽ തീരെ നിൽക്കാൻ പറ്റില്ല. അല്ലെങ്കിലും എൻ്റെ ജീവിതത്തിൽ അങ്ങനെയാ. ഞാൻ എന്താഗ്രഹിച്ചാലും അവസാനം ആരെങ്കിലും വന്ന് തട്ടിപ്പറിച്ചുണ്ടോ? ആരും തട്ടിക്കൊണ്ടുപോകാനൊന്നും വരുന്നില്ല. ഈ പറഞ്ഞ് നിന്നെ ചേച്ചി കൊണ്ടുപോവില്ലേ? ഞാനതൊക്കെ എപ്പോഴേ വിട്ടോ. എന്തിനാ അങ്ങനെയൊക്കെ ആലോചിക്കുന്നത്? വാ, മതി കരഞ്ഞത്. നമുക്കൊന്ന് മുഖം കഴുകിയിട്ട് വരാം. വാ. ഒന്ന് മുഖം കഴുകിക്കോ. ഒരു സെക്കൻഡ്. സെലീന മാഡം കുറച്ചുകൂടെ ധൈര്യശാലിയായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ബെല്ലൻ്റെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന്. എനിക്ക് എന്ത് സമാധാനം അറിയോ? ആ അങ്ങനെ പറഞ്ഞ അങ്ങനെ നീ പറഞ്ഞ പോലെ സർട്ടിഫിക്കറ്റ് ഒക്കെ അറ്റസ്റ്റ് ചെയ്ത് കിട്ടിയില്ലേ? ആ പിന്നെ അപ്പൊ ഇനി അടുത്ത പരിപാടി പറഞ്ഞു. എന്നാ പോണ്ടേന്ന് പറഞ്ഞു. ഇന്ന് വേണം ഇന്ന് പോവാ. ആ എന്നാ പിന്നെ ഇന്ന് വൈകുന്നേരം നമുക്കൊന്ന് കണ്ടാലോ? എടാ കുറച്ച് പിടിയും താറാവേറി എടുത്തു വെച്ചിട്ടുണ്ട്. ഇന്ന് ബംഗ്ലാവിൽ കൊണ്ട് കൊടുത്തേ. അവിടെ അതൊക്കെ ഉണ്ടെന്നേ. ഞാനിപ്പോ അങ്ങോട്ട് പോകുന്നൊന്നുമില്ല. എൻ്റെ പൊന്നേടാ, അച്ഛൻ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണെന്ന് പറഞ്ഞുകൊണ്ട് അമ്മച്ചി എടുത്തു വെച്ചേക്കുന്നതാ. ഇത് കൊണ്ട് കൊടുത്തില്ലെങ്കിൽ പള്ളി കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ കിടന്ന് ബഹളമായിരിക്കും. കൊണ്ട് കൊടുത്തേ. ആ അവിടെ വെച്ചേക്ക് കൊണ്ട് കൊടുക്കാം. കൊടുക്കണേടാ. കൊടുക്കാവുന്ന കറങ്ങി തിരിഞ്ഞ് നടക്കരുത്. കുറച്ച് പിടിയും താറാവ്. ഇന്ന് ചേട്ടന്റെ വീടിന്റെ കട്ടിലോപ്പായിരുന്നു. ഒന്ന് അച്ഛന് കൊടുത്തേക്ക്. ആ എങ്കിൽ ബെല്ലിനെ കൊണ്ട് കൊടുക്ക്. അയ്യോ എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. എന്ത്? ആ ജോബിഷിന്റെ കട വരെ ഒന്ന് പോണം. പുതിയ വല്ല കേസ് കേട്ട് വേണം? ഹേയ് പഴയ കേസ് തന്നെ ഒന്ന് ക്ലിയർ ചെയ്യാൻ. എന്തായാലും ബെല്ല് എന്നെ കൊടുത്താൽ മതി. ശരി. സംഭവം ഒറിജിനൽ ഗൾഫ് സ്വർണ്ണമാണ്. അത് മനസ്സിലായി. എല്ലാ ടാക്സും കെട്ടി പേപ്പറും ശരിയാക്കിയതുകൊണ്ടേ ഞങ്ങൾക്ക് ഇത് വലിയ നഷ്ടമൊക്കെ ശരിയാ. നിങ്ങൾ ന്യായമായിട്ടുള്ള ഒരു വില പറഞ്ഞു. ഞങ്ങൾക്കിത് വീട്ടിൽ കൊണ്ട് വെക്കാനുള്ളതൊന്നും അല്ലല്ലോ, കച്ചവടം നടത്താനുള്ളതല്ലേ. അല്ല ആഭരണമാക്കി വേണേ അങ്ങനെ തരാം. അത് വേണ്ട, പണിക്കാരൊക്കെ ഞങ്ങളേലുണ്ട്. നീ ആ ഫോൺ അങ്ങ് എടുക്ക്. ഞാൻ ഒരു മിനിറ്റ് ഇപ്പൊ വരും. ആ ഹലോ. ശ്വാസം എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ളത് പോലെ. എപ്പോ തൊട്ട്? നീ ഒരു കാര്യം ചെയ്യാം, നെഞ്ചത്തൊന്നും ചെറുതായിട്ട് ഇടിച്ചു കൊടുക്കും. ശ്വാസം കൊടുക്കാൻ അറിയോ? ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം. ഞാൻ ഒരു ആംബുലൻസ് വിളിച്ചിട്ട് അങ്ങോട്ട്. ശരി എന്നാ വന്നിട്ട് നോക്കാം. ജോഷേ എടാ അച്ഛൻ എന്തോ ബുദ്ധിമുട്ടെന്ന്. ഞാനൊന്നും അങ്ങോട്ട് പോവാം. ഇവിടെ ഏകദേശം സെറ്റാ. നീ അങ്ങ് പോ. ശരി. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഡീലിന് ക്യാഷ് വെച്ചപ്പോ അത് ക്യാഷ് തന്നെ തരാം. എന്തായാലും
എന്നിട്ട് എത്ര നേരമായി കിടപ്പ്? കുറച്ച് നേരമായി. അച്ഛാ അച്ഛായോ അച്ഛാ അച്ഛാ നമുക്ക് വേണ്ടി ഞാനത് ചെയ്തു. ബെല്ല് ചെയ്യില്ല എന്ന് പറഞ്ഞത്. പേടിക്കരുത്. പേടിച്ചാൽ നമ്മൾ രണ്ടുപേരും പെടും. ഇനി അങ്ങോട്ട് ഞാൻ കരയുള്ളൂ. ബെല്ല് വേണമെല്ലാം ഓടി നടന്ന് നോക്കാൻ.